നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. വികസനത്തിന്റെയും അവസരങ്ങളുടെയും അനന്ത സാധ്യതകൾ തുറന്നിട്ട രാജ്യാന്തര വൻകിട തുറമുഖ ഭൂപടത്തിൽ വിഴിഞ്ഞം അടയാളപ്പെടുത്തി. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്ക് നങ്കൂരമിട്ടുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം ശ്രദ്ധേയമാകുന്നത്. ഇന്ത്യയിലെ തന്നെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനാകാത്ത അത്ര ശേഷിയുള്ള തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിച്ചു. നമസ്കാരം. ओरिकल कुड्डे श्री अनंत पद्मनाभ पांडे मणिलेक वरान साध तीर्थ दिल एनिक अतियाय സന്തോഷമുണ്ട. രാജ്യത്തിന്റെ തുറമുഖ നഗരങ്ങൾ വികസിത ഭാരത് സങ്കല്പത്തിന്റെ പ്രധാന കേന്ദ്രമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന വിഴിഞ്ഞം തുറമുഖ വികസനം കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യമാക്കി. താൻ വിഴിഞ്ഞം തുറമുഖം കണ്ടു. ഇത്ര വലിയ തുറമുഖം ഗൗതം അദാനി കേരളത്തിൽ നിർമ്മിച്ചതിന് ഗുജറാത്തുകാർ അദ്ദേഹത്തോട് പിണങ്ങുമെന്നും മോദി പ്രസംഗത്തിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ കുത്തി അദാനിയെ പുകഴ്ത്തിയാണ് മോദി പ്രസംഗിച്ചത്. സ്വകാര്യ നിക്ഷേപത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി സ്വാഗതം ചെയ്യുന്നത് നല്ല കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ വാതായനമാണ് തുറന്നിട്ടിരിക്കുന്നത്. ലോകത്തിലെ പടുകൂറ്റൻ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ കഴിയുന്ന മദർ പോർട്ട് എന്ന ബഹുമതി നേടിയ തുറമുഖ യാർഡിലേക്ക് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സാൻ ഫെർണാണ്ടോ എന്ന 300 മീറ്റർ നീളമുള്ള മദർഷിപ്പിന്റെ ട്രയൽ റൺ നടത്തിയതും ചരിത്രമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. 17 മുതൽ 20 വരെയാണ് തുറമുഖത്തിന്റെ ആഴം. ലോകത്ത് ഇന്നുള്ള ഏറ്റവും വലിയ മദർഷിപ്പിന്റെ നീളം 400 മീറ്ററാണ്. വിഴിഞ്ഞത്തെ കണ്ടെയ്നർ യാർഡിന്റെ നീളമാകട്ടെ 600 മീറ്റർ ഉണ്ട്. ഇതുകൊണ്ട് തന്നെ സമീപ ഭാവിയിൽ നിർമ്മിക്കപ്പെടുന്ന ഇതിലും വലിയ മദർഷിപ്പുകളെ പോലും ഉൾക്കൊള്ളാൻ വിഴിഞ്ഞം തുറമുഖത്തിന് കഴിയും എന്ന് ചുരുക്കം. 20,000 മുതൽ 25,000 വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ കപ്പലുകളാണ് മദർഷിപ്പുകൾ. ഇവയ്ക്ക് 35,450 മീറ്റർ നീളമുണ്ടാകും. ബഹുനില കെട്ടിടങ്ങളുടെ ഉയരമുള്ള ഇത്തരം കപ്പലുകളുടെ അടിഭാഗം കടലിനടിയിൽ 1620 മീറ്റർ താഴ്ചയിലാവും കാണപ്പെടുക. കൂടുതൽ ആഴമുള്ള പോർട്ടുകളിലാണ് ഇത്തരം കപ്പലുകൾ അടുക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് പ്രകൃതിദത്തമായി തന്നെ 2024 മീറ്റർ ആഴമുള്ളതിനാൽ ഇത്തരം കപ്പലുകൾ സുരക്ഷിതമായി തന്നെ അടുപ്പിക്കാനാകും. ഈ കപ്പലുകളെ അടുപ്പിക്കാവുന്ന പോർട്ട് ആയതിനാൽ തന്നെ മദർ പോർട്ട് അഥവാ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ടൂറിസം രംഗത്തും വൻതോതിലുള്ള വികസനം കൊണ്ടുവരാൻ വിഴിഞ്ഞത്തിനാകുമെന്ന് സർക്കാർ കണക്കാക്കുന്നു. നിലവിൽ കൊളംബോയിൽ ഒട്ടേറെ പോർട്ടുകളിൽ നിന്ന് കപ്പലുകൾ എത്തുന്നതിനാൽ കൊച്ചി ഉൾപ്പെടെയുള്ള പോർട്ടുകളിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് ചരക്കുമാറ്റത്തിനായി ദിവസങ്ങൾ കാത്തുകിടക്കേണ്ട സ്ഥിതിയുണ്ട്. ഇവ ഒഴിവാക്കാനും വിഴിഞ്ഞത്തിന്റെ വരവിലൂടെ സാധിക്കും. मैं अभी पोर्ट की विजिट करके आया हूं और गुजरात के लोगों को जब पता चलेगा कि इतना बढ़िया पोर्ट ये अदानी ने यहां केरल में बनाया है, ये गुजरात में 30 साल से पोर्ट पे काम कर रहे हैं, लेकिन अभी तक वहां उन्होंने ऐसा पोर्ट नहीं बनाया, तब उनको गुजरात के लोगों से गुस्सा सहन करने के लिए तैयार रहना पड़ेगा. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडिया अलायंस के बहुत बड़े मजबूत पिलर हैं. यहां शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാവായ പിണറായിയും ശശി തരൂരും ഇവിടെയുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുന്നു അദാനി തങ്ങളുടെ പങ്കാളിയാണെന്ന്. ഇതാണ് മാറ്റമെന്ന് സ്വാഗത പ്രസംഗികനായ VN വാസവന്റെ പ്രസംഗത്തിലെ പരാമർശം ചൂണ്ടി പ്രധാനമന്ത്രി പരിഹസിച്ചു. ഇന്ത്യയിലെ തന്നെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനാകാത്ത അത്ര ശേഷിയുള്ള 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 23 യാർഡ് ക്രെയിനുകളുമാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. ഓട്ടോമേറ്റഡ് സംവിധാനം വഴി ചരക്കിറക്കവും കയറ്റവും നിയന്ത്രിക്കാൻ സാധിക്കും. കൂറ്റൻ ഷിപ്പ് ടു ഷോർ ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് ഇറക്കും. ശേഷം കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ടെർമിനൽ ട്രക്കുകളിലേക്ക് മാറ്റും. യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ യാർഡിൽ തന്നെ അടുക്കി വയ്ക്കും. അങ്ങനെ ഒരുപാട് ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ റൂട്ടിലേക്കുമുള്ള കണ്ടെയ്നറുകൾ അനുസരിച്ചായിരിക്കും ക്രമീകരിക്കുക. കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് കുതിപ്പേകുന്ന വിഴിഞ്ഞത്തിനായി ചിലവിട്ടത് 8,800 കോടി രൂപയാണ്. വികസനത്തിന്റെ വാതായനങ്ങളിലൂടെ കേരളത്തിന്റെ പുതിയ ചുവടുവെപ്പ് കൂടി.
അങ്ങനെ കാത്തിരുന്ന തൃശൂർ പൂരം ഇങ്ങെത്തി. ശക്തന്റെ തട്ടകത്തിലെ പൂരമാമാങ്കം ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. ഓരോ വർഷവും കാത്തിരിപ്പാണ് താളവും മേളവും ആളുകളും ആരവവും സമന്വയിക്കുന്ന പൂരക്കാഴ്ചകൾക്കായി. തേക്കിൻകാട് മൈതാനം ജനസാഗരങ്ങളെ കൊണ്ട് നിറയുന്ന ദിനം. സ്വരാജ് റൗണ്ടിൽ വർണ്ണ കാഴ്ചകളും ശബ്ദ തരംഗങ്ങളും ആളുകളുടെ പൂരാവേശവുമെല്ലാം കൺകുളിർക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. തൃശൂരിന്റെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് പൂരപ്പെരുമ. നിറക്കാഴ്ചകളുടെയും ശബ്ദങ്ങളുടെയും ആഘോഷമാണ് തൃശൂർ പൂരം. വർണ്ണങ്ങൾ വാരിച്ചുരിയുന്ന മാമാങ്കം. പാർമേക്കാവും തിരുവമ്പാടിയും വടക്കംനാഥനെ സാക്ഷിയാക്കി മത്സരിച്ച് പൂരപ്പെരുമയിൽ താളം മുറുക്കുമ്പോൾ തിങ്ങിക്കൂടിയ ജനസാഗരവും ആർപ്പുവിളിയോടെ പൂരാവേശത്തിലലിയും. ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച പൂരവിസ്മയങ്ങൾക്ക് 200 വർഷത്തെ പാരമ്പര്യമുണ്ട്. കേരളത്തിൽ നിന്ന് പുറത്തും വിദേശികൾ വരെ നമ്മുടെ തൃശൂർ പൂരത്തിന്റെ ഭാഗമാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. പാർമേക്കാവും തിരുവമ്പാടിയുമാണ് പൂരത്തിന്റെ മുഖ്യ ആകർഷണമെങ്കിലും 8 ഘടകപൂരങ്ങൾക്കും ചെറുതല്ലാത്ത പ്രാധാന്യമുണ്ട്. പൂരത്തിലെ പ്രധാന ചടങ്ങുകളായ ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം, വെടിക്കെട്ട് ഇതെല്ലാമാണ് പൂരത്തിന്റെ ആവേശകാഴ്ചകൾ. തെക്കേ ഗോപുരനട തള്ളിത്തുറന്ന് നടത്തുന്ന പൂരവിളംബരത്തോടെ മേളത്തിന്റെ പൊടിപൂരമാകും. ഇത്തവണയും എറണാകുളം ശിവകുമാർ തുടർച്ചയായ 6ാം വർഷവും നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റു. സമയക്രമത്തിനനുസരിച്ച് മുഖ്യ വിഭാഗങ്ങൾക്കും വളരെ മുമ്പേ തന്നെ നടക്കുന്ന ചെറുപൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടെയാണ് പ്രധാന ദിവസത്തെ പൂരാഘോഷങ്ങൾക്ക് അരങ്ങൊരുങ്ങുന്നത്. രാവിലെ 6:30 വടക്കുംനാഥന്റെ മുന്നിലെത്തി വണങ്ങുന്ന കണിമംഗലം ശാസ്താവാണ് പൂരത്തിൽ പങ്കെടുക്കാൻ ആദ്യമെത്തുന്നത്. പിന്നെ ഒന്നൊന്നായി മറ്റ് ചെറുപൂരങ്ങൾ എത്തിത്തുടങ്ങും. കാരമുക്ക് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി, ലാലൂർ ഭഗവതി, പനയക്കേമ്പിള്ളി ശാസ്താവ്, അയ്യന്തോൾ കാർത്തിയായനി ഭഗവതി, ചെമ്പൂക്കാവ് ഭഗവതി എന്നീ 8 ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരാണ് ചെറുപൂരത്തിനായി എഴുന്നള്ളുക. മഠത്തിൽ വരവ് മറ്റൊരാവേശം. തുടക്കത്തിൽ 3 ആനകൾ. റൗണ്ടിലെത്തിയാൽ അത് 7 ആനകളായി മാറും. നാദപ്പെരുമയേറിയ ഇലഞ്ഞിത്തറ മേളത്തിൽ പങ്കാളികളാകുമ്പോൾ അകം നിറയുന്ന ആത്മഹർഷമാണ് ലഭിക്കുക. വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഇലഞ്ഞിയുടെ ചുവട്ടിലാണ് 200ഓളം വരുന്ന വാദ്യപ്രമുഖരും ഒട്ടനവധി മേളക്കാരും ജനസഹസ്രങ്ങളിൽ ആവേശമായി കത്തിക്കയറുക. കുഴൽവിളിയോടെ ചെണ്ടപ്പുറത്ത് കോലി വീഴുമ്പോൾ നാദവിസ്മയമായി ഇലഞ്ഞിത്തറ മേളം തുടങ്ങുകയായി. ആനകളും വാദ്യക്കാരും പടിഞ്ഞാറേ ഗോപുരം വഴി അകത്ത് പ്രവേശിച്ച് വൈകിട്ട് ആനകൾ തെക്കേ ഗോപുരം ഇറങ്ങി നിരന്നു നിൽക്കും. തുടർന്ന് കുടമാറ്റം. പാർമേക്കാവും തിരുവമ്പാടിയും മത്സരിച്ചാണ് കുടമാറ്റത്തിൽ അരങ്ങ് തകർക്കുക. ഓരോ വർഷവും ഇരു ക്ഷേത്രങ്ങളും കുടയിൽ പുതുമകൾ ഒളിപ്പിച്ചിട്ടുണ്ടാകും. വടക്കുംനാഥനെ സാക്ഷിയാക്കി ഇരു ക്ഷേത്രങ്ങളുടെയും നിറപ്പകിട്ടാർന്ന കുടകൾ ഗജവീരന്മാർക്ക് മുകളിൽ മാറി മാറി ആകാശത്തോളം വിരിഞ്ഞു നിൽക്കുമ്പോൾ ജനസാഗരവും ആവേശത്തിൽ ഇളകിമറിയും. നാദവർണ്ണ വിസ്മയമായ വെടിക്കെട്ടിന്റെ ചാരുത കൂടി തിളങ്ങിയാലേ പൂരം പൂർണ്ണമാകുകയുള്ളൂ. ഇത്തവണ ആളുകൾക്ക് കൂടുതൽ സൗകര്യത്തോടെ അടുത്തുനിന്ന് വെടിക്കെട്ട് കാണുവാനുള്ള അവസരം ലഭിക്കുന്നത് ആവേശം കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പൂരാവേശത്തിന്റെ മാസ്മരികത സമ്മാനിച്ച് ഒടുവിൽ ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ പിന്നെ കാത്തിരിപ്പാണ് അടുത്ത പൂരത്തിനായി. തൃശൂർക്കാർക്ക് അഭിമാനിക്കാവുന്ന, ആവേശം കൊള്ളാവുന്ന ഉത്സവം തന്നെയാണ് ഉമ്മടപ്പൂരം. നാടും നഗരവും പൂരാവേശത്തിന്റെ കൊടുമുടിയിൽ ആർത്തിരമ്പുന്ന ദിനം. താളമേള വാദ്യാഘോഷങ്ങളുടെ നാദവിസ്മയത്തിൽ ഈ പൂരവും നമുക്ക് കളറാക്കാം. അഡ്വക്കേറ്റ് ബി എ ആളൂർ അപ്രതീക്ഷിതമായി വിടവാങ്ങി. ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച 2011 സൗമ്യ വധക്കേസിന് പിന്നാലെയാണ് അഡ്വക്കേറ്റ് ബിജു ആന്റണി ആളൂർ എന്ന ബി എ ആളൂരിന്റെ പേര് മലയാളികൾക്ക് സുപരിചിതമാവുന്നത്. സൗമ്യ എന്ന പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന പ്രതി ഗോവിന്ദചാമിക്ക് വേണ്ടി സൗജന്യമായി കേസ് വാദിക്കാൻ ഒരു പ്രമുഖ അഭിഭാഷകനെത്തിയത് എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഒരു സിറ്റിംഗിന് വേണ്ടി വൻതുക ഈടാക്കിയിരുന്ന ക്രിമിനൽ അഭിഭാഷകന് ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ എന്താണ് താല്പര്യമെന്ന് എല്ലാവരും ചിന്തിച്ചു. ആരാണ് ബി എ ആളൂർ എന്ന ചോദ്യം ഒരുപക്ഷെ അന്നായിരിക്കും പൊതുസമൂഹത്തിൽ ആദ്യമായി ഉയർന്നത്. കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരായിരുന്നു അഡ്വക്കേറ്റ് ബി എ ആളൂർ. എതിർപ്പുകളും പ്രതിഷേധങ്ങളും നേരിട്ട സംഭവബഹുലമായിരുന്നു ആളൂരിന്റെ അഭിഭാഷക ജീവിതം. എരുമപ്പെട്ടി പതിയാരം ആളൂർ പരേതരായ ആന്റണിയുടെയും റോസിയുടെയും 6 മക്കളിൽ 3ാമത്തെ മകനാണ് ബിജു ആന്റണി എന്നു പേരുള്ള അഡ്വക്കേറ്റ് ബി എ ആളൂർ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കുന്നംകുളത്തെ സ്വകാര്യ കോളേജിൽ നിന്ന് MA ബിരുദം കരസ്ഥമാക്കി. തുടർന്ന്
മൂത്ത സഹോദരന്മാർ ജോലി ചെയ്യുന്ന മുംബൈ പൂനെയിലേക്ക് ജോലി തേടിപ്പോയി. സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ സ്വകാര്യ കോളേജിലെ രാത്രി ക്ലാസ്സിൽ ചേർന്ന് LLB ബിരുദമെടുത്തു. ഇതിനുശേഷം നാട്ടിലെത്തി വടക്കാഞ്ചേരി കോടതിയിൽ കുറച്ചുകാലം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു. തുടർന്ന് മുംബൈയിലേക്ക് മടങ്ങിപ്പോവുകയും ക്രിമിനൽ ലോയറായും പ്രമുഖർക്കെതിരെയുള്ള പൊതു താൽപര്യ കേസുകളെടുത്തും ശ്രദ്ധേയനായി. ഇതിനിടയിൽ നാട്ടിലെത്തിയപ്പോഴാണ് 2011 ഫെബ്രുവരി 1 ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന സൗമ്യ ഷൊർണൂരിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. പ്രതിയായ ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായതോടെയാണ് അഡ്വക്കേറ്റ് BA ആളൂർ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഈ കേസ് ഏറ്റെടുത്തതിനു ശേഷം കേരളം ഒന്നാകെ അതിവൈകാരികമായി ആളൂരിനെതിരെ പ്രതികരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നേരിട്ടും വലിയ പ്രതിഷേധമായിരുന്നു ആളൂരിനെതിരെ ഉയർന്നത്. ആളൂരിന്റെ എരുമപ്പെട്ടി പതിയാരത്തുള്ള വീട്ടിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങളും നടത്തിയിരുന്നു. എന്നിട്ടും തന്റെ കക്ഷിക്ക് വേണ്ടി ആളൂർ ഉറച്ചുനിന്ന് വാദിച്ചു. വിചാരണ കോടതി ഗോവിന്ദചാമിക്ക് തൂക്കുകയർ വിധിച്ചു. അപ്പീൽ തള്ളി കേരള ഹൈക്കോടതിയും വധശിക്ഷ ശരിവച്ചു. എന്നാൽ ആളൂർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഗോവിന്ദചാമിയുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും ചെയ്തു. ഇതോടെ BA ആളൂർ വീണ്ടും ചർച്ചയാവുകയും മികച്ച ക്രിമിനൽ വക്കീലെന്ന പ്രസിദ്ധി നേടുകയും ചെയ്തു. തുടർന്ന് പെരുമ്പാവൂർ ജിഷ വധം, കൂടത്തായി, കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്, ഇലന്തൂർ ഇരട്ട കൊലപാതകം തുടങ്ങിയ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായി. എതിർപ്പുകളും പ്രതിഷേധങ്ങളും തന്റെ ജോലിയുടെ ഭാഗമായി കണ്ടിരുന്ന ആളൂർ ഇതിനെയെല്ലാം ചിരിച്ചുകൊണ്ടാണ് നേരിട്ടത്. അതേസമയം നാട്ടിലെ പൊതുപരിപാടികളിലെല്ലാം സജീവമായിരുന്നു ആളൂർ. അതുകൊണ്ടുതന്നെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനുമായിരുന്നു. പതിയാരം സെന്റ് ജോസഫ് പള്ളിയിലെ ഈ വർഷത്തെ തിരുനാൾ ആഘോഷത്തിന്റെ മുഖ്യ പ്രസിദ്ധീയായിരുന്നു അഡ്വക്കേറ്റ് BA ആളൂർ. തിരുനാൾ ആഘോഷത്തിന്റെ പരിപാടികൾക്കിടയിലാണ് അസുഖം മൂർച്ഛിച്ച് മരണത്തിന് കീഴടങ്ങിയത്. എന്തുകൊണ്ടാണ് കുപ്രസിദ്ധമായ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി മാത്രം ഹാജരാവുന്നതെന്ന ചോദ്യത്തിന് നിയമവ്യവസ്ഥയിൽ എല്ലാവർക്കും പ്രാതിനിധ്യം ലഭിക്കണമെന്നതാണ് തന്റെ ലക്ഷ്യമെന്നായിരുന്നു ആളൂർ അന്ന് പ്രതികരിച്ചത്. താൻ ഒരു കേസ് ഏറ്റെടുക്കുമ്പോൾ തന്റെ കക്ഷി കുറ്റക്കാരനാണോ അതോ നിരപരാധിയാണോ എന്ന് പരിശോധിക്കാൻ താൻ മെനക്കെടില്ല. ഒരു പ്രൊഫഷണലായിട്ടാണ് കേസ് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഒരു വശങ്ങളും ചിന്തിക്കാതെ കേസ് അന്വേഷിക്കുന്നു എന്നായിരുന്നു ഗോവിന്ദചാമി കേസ് ഏറ്റെടുത്തതിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായി ആളൂർ അന്ന് പ്രതികരിച്ചത്. കുപ്രസിദ്ധമായ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനിടെയാണ് ഇപ്പോൾ BA ആളൂർ മരണത്തിന് കീഴടങ്ങിയത്. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കണം, അല്ലാതെ പൊതുജനത്തെ മണ്ടന്മാരാക്കുന്നത് ശരിയല്ലല്ലോ. അണ്ടത്തോട് കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളോളമായി പ്രതിഷേധവും വാക്കുതർക്കവുമാണ്. കടൽഭിത്തി നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും അശാസ്ത്രീയമായാണ് നിർമ്മാണവുമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. അതിന് കൃത്യമായ മറുപടി നൽകിയിട്ട് മതി എന്ന വാശിയിൽ ജനങ്ങളും. ഒടുവിൽ സംഘർഷമായി. അണ്ടത്തോട് തീരദേശ കടൽഭിത്തി നിർമ്മാണത്തിനായി എത്തിയ ലോറി തടഞ്ഞ ജനകീയ സമരസമിതിയും ഇതിനെ പ്രതിരോധിച്ച ഇടതു പ്രവർത്തകരും തമ്മിലാണ് സംഘർഷാവസ്ഥയുണ്ടായത്. പ്രതിഷേധിച്ച ജനകീയ സമരസമിതിയിലെ 14 പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അണ്ടത്തോട് തീരദേശ കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച കല്ലുമായി വന്ന ലോറി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് തടഞ്ഞത്. ഇതിനെ പ്രതിരോധിച്ച ഇടതു പ്രവർത്തകർ തമ്മിലാണ് സംഘർഷാവസ്ഥയുണ്ടായത്. അണ്ടത്തോട് മുതൽ കാപ്പിരിക്കാട് വരെയുള്ള സ്ഥലമാണ് ഭിത്തി നിർമ്മാണം നടത്തേണ്ടത്. ഇതിൽ അണ്ടത്തോട് ഭാഗത്തുള്ള 500 മീറ്ററോളമാണ് ഭിത്തി നിർമ്മിക്കുന്നത്. ഇതിനെതിരാണ് ജനകീയ സമരസമിതി പ്രതിഷേധമായി രംഗത്തെത്തിയത്. നിലവിൽ നിർമ്മാണം നടത്തുന്ന അണ്ടത്തോട് ഭാഗത്ത് ഭിത്തി നിർമ്മിച്ചാൽ തീരപ്രദേശത്ത് നിന്ന് കടലിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്ന അറപ്പാത്തോട് അടയുകയും പാലത്തിനടിയിൽ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഇത് തങ്ങൾക്ക് ദുരിതമാകുമെന്നും ഇവർ പരാതി പറയുന്നു. അതിനാൽ ഭിത്തി നിർമ്മാണം അണ്ടത്തോട് ഭാഗത്തു നിന്ന് മാറ്റി ജില്ലാ അതിർത്തിയിൽ തന്നെ ആരംഭിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. അണ്ടത്തോട് മുതൽ തങ്ങൾപ്പടി വരെ പുതിയ റോഡ് നിർമ്മാണം പഞ്ചായത്ത് അധികൃതർ നടത്തിയിട്ടുണ്ട്. ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഭിത്തി നിർമ്മാണം ഇവിടെ തന്നെ നടത്തുന്നതെന്നും സമരക്കാർ പറഞ്ഞു. അണ്ടത്തോട് ബീച്ചിൽ കടൽഭിത്തി നിർമ്മാണം നടത്തുന്നതിന് ആവശ്യമായ പഠനം ഉണ്ടായിട്ടില്ല.
അതുകൊണ്ട് നിർമ്മാണം നിർത്തിവെക്കണം. ഈ വിഷയത്തിൽ പ്രദേശത്തെ ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കണം എന്നും ആവശ്യമാണ് ജനകീയ സമരസമിതി ഉന്നയിക്കുന്നത്. മാർച്ച് 27-ന് നിർമ്മാണ ആവശ്യത്തിനുള്ള കല്ലുമായി എത്തിയ ലോറി പ്രതിഷേധക്കാർ തടഞ്ഞിരുന്നു. പിന്നീട് ഇവരുമായി ചർച്ച നടത്തിയതിനു ശേഷം മാത്രമാണ് കല്ല് ഇറക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. MLA NK അക്ബർ യോഗം വിളിച്ച് പ്രശ്നം പരിഹരിച്ചതായും അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീണ്ടും ജനകീയ സമരസമിതി രൂപീകരിച്ചു. ചൊവ്വാഴ്ച പ്രതിഷേധിച്ചവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ആശങ്ക അകറ്റാതെ ഈ പദ്ധതിയിൽ മുന്നോട്ട് പോകാൻ പാടില്ല. ഒന്നാമത്തേത് അവിടെ അത് കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വന്ന് ഞങ്ങളെ കുടിവെള്ളം മുട്ടും. ഞങ്ങൾ ജീവൽ പ്രശ്നമാണ്. ഇതൊക്കെ ഞങ്ങൾ അധികാരികളോട് പലതവണ പറഞ്ഞതാണ്. അതൊരു നിങ്ങൾ ആശങ്ക അകറ്റാതെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ MLA വീണ്ടും ലോഡടിച്ച് ഞങ്ങളെ പ്രതിഷേധത്തിന് പുല്ലുവില കൽപ്പിച്ചിട്ടാണ് ഇത് വീണ്ടും ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അധികൃതരെക്കാൾ ആശങ്ക പ്രദേശവാസികൾക്കുണ്ടാകും. കാരണം അവിടെ താമസിക്കുന്നത് അവരാണല്ലോ. എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നല്ല പോലെ അവർക്കറിയുകയും ചെയ്യാം. സ്വന്തം ജീവനും സ്വത്തിനും സംരക്ഷണം വേണ്ട വിധത്തിലാകണം നിർമ്മാണം എന്നേ പൊതുജനം ആവശ്യപ്പെടുന്നു. അതിൽ കൃത്യമായ ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ എന്താണ് മടി എന്ന് ജനങ്ങൾ സംശയിക്കുന്നതിൽ തെറ്റു പറയാനാവില്ല. ലഹരിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ബോധവൽക്കരണവും തകൃതിയായി നടക്കുന്നുണ്ട്. അതോടൊപ്പം ലഹരി പിടിച്ചെടുക്കാനുള്ള പരിശോധനയും കർശനമാണ്. എന്നിരുന്നാലും ലഹരി മാത്രം ആശ്രയം എന്ന് കരുതുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. എന്തൊക്കെ നടന്നാലും ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന് കരുതി ലഹരിയെ കൂട്ടുപിടിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ദിനം പ്രതി ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ ഒരു കുറവുമില്ല. പുറ്റേക്കരയിൽ നിന്ന് 1/2 കോടിയിലേറെ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ ഡാൻസ് ഓഫ് സംഘവും പേരാമംഗലം പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച പരിശോധനയിലാണ് ലോറിയിൽ കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. മംഗലാപുരത്ത് നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥിരമായി വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്ന ലോറിയും 50 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന 3,84,436 പാക്കറ്റ് ഹാൻഡ്സ് അടക്കമുള്ള പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസ് സംഘം പിടിച്ചെടുത്തത്. സംഭവത്തിൽ ലോറി ഉടമയും ഡ്രൈവറുമായ മണ്ണാർക്കാട് സ്വദേശി നീലാഞ്ചേരി വീട്ടിൽ സന്ദീപിനെയും പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പുറ്റേക്കരയിൽ വെച്ച് തൃശൂർ സിറ്റി പോലീസിന്റെ ലഹരിവിരുദ്ധ സ്ക്വാഡായ ഡാൻസ് ഓഫ് വിഭാഗവും പേരാമംഗലം പോലീസും ചേർന്ന് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വാഹനവും നിരോധിത പുകയിലയും പിടികൂടിയത്. സിറ്റി പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പേരാമംഗലം ഇൻസ്പെക്ടർ KC രതീഷിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് വിഭാഗമായിരുന്നു പരിശോധന നടത്തിയത്. സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കേരളത്തിൽ ഉടനീളം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് പുകയില ഉൽപ്പന്നങ്ങളെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. ലോറിയുടെ മുകളിലും വശങ്ങളിലും മാത്രം മൈദച്ചാക്കുകൾ നിരത്തി സംശയം തോന്നാത്ത രീതിയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ ലോറിയിൽ നിറച്ചിരുന്നത്. സമൂഹത്തിൽ ലഹരിക്കെതിരെ ക്യാമ്പയിനുകൾ സജീവമാണ്. അതിന്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് അറിയാവുന്നതുമാണ്. എന്നിട്ടും യുവതലമുറകൾ അതിന് പിന്നാലെ പോകുന്നതാണ് ചിന്തനീയം. ചെറിയ കുട്ടികളെ വരെ വലവീശി പിടിക്കാൻ കെണിയൊരുക്കിയാണ് ലഹരി വിഷവിപത്തുകളായ മാഫിയകൾ തക്കം പാർത്തിരിക്കുന്നത്. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ തന്നെ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ തുടരുക തന്നെ വേണം. കർഷകർക്ക് ആശ്വാസത്തിന് വകയായി പ്രത്യേകിച്ച് കാലവർഷം അടുത്ത് വന്നതോടെ കർഷകരുടെ നെഞ്ചിടിപ്പ് കൂടാറാണ് പതിവ്. കൃഷിക്ക് മഴ ആവശ്യമാണെങ്കിലും അധികമായാൽ ഉള്ള കൃഷിയും വെള്ളത്തിൽ മുങ്ങും. എങ്ങനെയായാലും കാലാവസ്ഥ കഴിഞ്ഞാൽ മാത്രമാണ് കർഷകർക്ക് രക്ഷപ്പെടാനാവുകയുള്ളൂ. ഇനി ഇപ്പോഴത്തെ ആശ്വാസ വാർത്ത എന്താണെന്നറിയാം. കടവല്ലൂർ, ചാലിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെ 400 ഏക്കർ നെൽകൃഷിക്ക് പുതിയ പ്രതീക്ഷ നൽകുന്ന ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം പദ്ധതിയുടെ ഭാഗമായുള്ള തോട് നവീകരണത്തിന് യന്ത്രങ്ങളെത്തി. തോടിന്റെ ആഴം കൂട്ടുമ്പോൾ ലഭിക്കുന്ന മണ്ണുപയോഗിച്ച് ബണ്ട് നിർമ്മിക്കാനാണ് പദ്ധതി. നഗരസഞ്ചയ പദ്ധതി പ്രകാരം ലഭിച്ച 2 കോടി രൂപ ഉപയോഗിച്ച് തണത്തറ മുതൽ മുട്ടിപ്പാലം വരെയുള്ള 1.15 കിലോമീറ്റർ തോട് ആഴവും വീതിയും കൂട്ടി നവീകരിക്കുകയും ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം പൊളിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജായി പുനർനിർമ്മിക്കുകയുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ജോലികൾ തുടങ്ങുന്നതിന്റെ മുന്നോടിയായി പഴയ പാലം പൊളിച്ചു നീക്കിയിരുന്നു. 3.5 മീറ്റർ വീതിയിൽ കാർഷിക ആവശ്യത്തിനുള്ള വാഹനങ്ങൾ സഞ്ചരിക്കാനുതകുന്ന രീതിയിലായിരിക്കും ബണ്ടിന്റെ നിർമ്മാണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തിയായ മഴ ബണ്ട് നിർമ്മാണത്തിന് തടസ്സമാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. മഴ പെയ്തതോടെ തോടുകളിൽ പല ഭാഗത്തും വെള്ളം നിറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൽ കുതിർന്ന മണ്ണുപയോഗിച്ച് നിർമ്മിക്കുന്ന ബണ്ടിന് ബലവും സുരക്ഷയും കുറവായിരിക്കുമെന്ന് കർഷകർ പറയുന്നു. മഴ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തോടിന്റെ ആഴം കൂട്ടുന്ന ജോലികൾ കാര്യക്ഷമമായി നടക്കില്ലെന്ന ആശങ്കയുമുണ്ട്. വേനൽ അവസാനിക്കും മുമ്പ് പ്രധാന ജോലികൾ പൂർത്തിയായില്ലെങ്കിൽ അടുത്ത സീസണിനെ കൃഷി പ്രതിസന്ധിയിലാക്കും.
മഴ വലിയൊരു ആശങ്ക തന്നെയാണ്. വേനൽക്കാലമാണെങ്കിലും പല ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തീകരിച്ചില്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരുന്നതും കർഷകർ തന്നെയാണ്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.